ഇവിടെ നമ്മ സതിയെ കണ്ടടാ നീ? കടവ സതിയ അവൻ വെളുപ്പിനെ ജോലിക്ക് പോയി. വേറെ ഒന്നുമില്ലടേ, ഒരാഴ്ചയായി ഞാൻ അവനെ കണ്ടിട്ട്, അതുകൊണ്ട് ചോദിച്ചത്. കടവ സതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. മെനഞ്ഞാന്ന് നിങ്ങൾ അപ്പുറത്തൊരു കണ്ടമുണ്ടല്ലേ, അവിടെ നിന്ന് അവ 2 തേങ്ങ അവിടെ ഉണങ്ങി വീഴുന്ന് കിടന്നു. അവ എടുത്തോണ്ട് പോയടേ. കണോ സതിയ, നീ എന്നിട്ട് അവൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ലടേ? പിന്നെ ഞാൻ ചോദിക്കായിരിക്കുമോ? 2 തേങ്ങ ചോദിച്ച്, അപ്പോൾ അവന് 2ഉം വേണമെന്ന്. ഞാൻ അവസാനം പറഞ്ഞിട 1 തേങ്ങ എങ്ങനെ തന്നിട്ട് പോടേ എന്ന് ചോദിച്ചപ്പോൾ അവൻ 2ഉം വേണം. അവൻ്റെ വീട്ടിൽ ആരോ ബന്ധുക്കളൊക്കെ വന്നിട്ടിരിക്കുകയാണ്, അവർക്ക് ചമ്മന്തി അരച്ചു കൊടുക്കണമെന്ന് പറയാൻ എടുത്തോണ്ട് പോയി. ഞാൻ തീരും അവൻ്റെ ബന്ധുക്കൾക്ക് ചമ്മന്തി അരയ്ക്ക് എൻ്റെ തേങ്ങ? അവൻ്റെ വീട്ടുവളപ്പിൽ 10 മൂട് തെങ്ങ് ഉണ്ടല്ലോ എടേ. അളിയൻ പറഞ്ഞത് ശരി തന്നെ, 10 മൂട് നിൽക്കണ്, അതിൽ 5 മൂട് മണ്ടരി, പിന്നെ 5 മൂട് ഇടിവെട്ടിപ്പോയി. ഓ മണ്ടരി ഇടിവെട്ടി. അങ്ങ് പോട്ടടേ, നമ്മളെ പയ്യല്ലേ. 2 തേങ്ങാനല്ലേ, അങ്ങ് പോട്ട്, കുഴപ്പമില്ല. അളിയാ, പിന്നെ വേറെ കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. വീട്ടിൽ തേങ്ങ കിടക്കണ 2 തേങ്ങ തരുമോ? 2-3 തേങ്ങ കൊണ്ട് ഇതാ. വാ, നീ വീട്ടിൽ വാ. അല്ല, നീ തരുമെന്നറിയാം, എന്നാലും ഇപ്പോൾ തേങ്ങയുടെ വിലയെന്ന് പറഞ്ഞാലേ 1 കിലോയ്ക്ക് 82 രൂപ വരെ ആയി. ഇനി അടുത്ത സെഞ്ചുറി അടിക്കാൻ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ സെഞ്ചുറി അടിക്കും, 100 രൂപ വരെ ആവും. അതുകൊണ്ട് നീ തരുമോ ഇല്ലെന്നൊരു പേടിയായിരുന്നു. എന്തായാലും ഞാൻ വൈകുന്നേരം പറഞ്ഞു. ശരി. 82? 1 ലിറ്റർ പെട്രോൾ അടിക്കണ പൈസ ആയില്ലേ? ഒരിടത്ത് പറയുകയും ചെയ്തല്ലേ പുല്ല്. അളി എന്താ ആലോചിക്കണത്? ഒന്നുമില്ലടേ, തേങ്ങയാണെങ്കിലേ ഞാൻ വേറെ കൊടുത്തു. എനിക്ക് വീട്ടിലത്തേക്കും അരയ്ക്കാൻ ഇല്ല, അതിന് മാച്ചാലേ കൊള്ളു. പിന്നെ പോട്ടെ, ശരി, കാണാം.